89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിന്റെ സമയം ഇവിടെ തുടങ്ങുവാണ്. രണ്ടുപേർ ചേർന്നാണ് ഗാരേജിന്റെ ഷട്ടർ ഉയർത്തുന്നത്. ഒരാൾ വിനുവാണ്, ഒരാള് കെവിൻ. അപ്പൊ നമ്മളില്ലേ ഗാരേജ് തുടങ്ങിയ നാൾ മുതൽ കുറച്ച് അധികമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള വാഹനം, കൂടുതൽ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള വാഹനം, അതെ, ഇതിനെല്ലാത്തിനും ഉത്തരമായിട്ടുള്ള ഒരേ ഒരു വാഹനമാണ് SUV എന്ന് പറഞ്ഞ പേരുമായിട്ട് നാട്ടിലെത്തിയിട്ട് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച, അല്ലെങ്കിൽ അതിനുശേഷം ഒരുപാട് കാറ്റഗറി വാഹനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് അവസാനം ആദ്യം വന്ന ആളെ കാണാനില്ലല്ലോ, എവിടെ പോയി ആദ്യം വന്നയാൾ എന്നൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ച ഒരു വാഹനം. അതെ, 2026 വർഷങ്ങൾക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വന്നു, അല്ലെങ്കിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു തിരിച്ചുവരവ് നടത്തിയ ഒരു വാഹനം, ഒരേ ഒരു വാഹനം. അതെ, അതിന്റെ ലോഞ്ചിന് കെവിൻ പോയതിന്റെ കഥകൾ പറഞ്ഞാണ് ഇവിടെ തുടങ്ങുന്നത്. ഏതാണ് വണ്ടി, ഏതാണ് ആ കാർ എന്നൊക്കെ ഇനി ഒത്തിരി ആലോചിക്കണ്ടല്ലോ, എല്ലാവർക്കും ഉത്തരം കിട്ടി കാണൂലേ. അത് മാത്രമല്ല, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള ലോഞ്ച് ആയിരുന്നു. അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ലോഞ്ച്. ഇത്രയധികം ആൾക്കാർ പങ്കെടുത്ത ഒരു ലോഞ്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോ അത് കേൾക്കുമ്പോൾ തന്നെ ഒരേ ഒരു രാജാവായിരുന്ന, നിരത്തുകളെ ഭരിച്ചിരുന്ന ഒരു വാഹനം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് കാണാണ്ടായി. അതിന്റെ പുതിയ വേർഷൻസ് ഒന്നും വന്നില്ല. അപ്പോൾ ഈ വാഹനം ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യരെല്ലാവരും എന്തുകൊണ്ട് ഇത് വീണ്ടും വരുന്നില്ല എന്നുള്ള ചോദ്യവുമായിട്ട് നടന്നു. അങ്ങനെ നടന്നത് വർഷങ്ങളാണ്. അതെ, വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ് ഇത്രയും വലിയ രാജാവ് നടത്തുമ്പോൾ അത് രാജകീയമാകണമല്ലോ. രാജകീയമായ ആ ഒരു തിരിച്ചുവരവ് നടത്തിയ വാഹനത്തിന് ഒരേ ഒരു പേര്, ഡസ്റ്ററിന്റെ രണ്ടാം വരവിന്റെ കഥകൾ ഇവിടെ പറഞ്ഞു തുടങ്ങും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കെവിൻ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ഞെട്ടിച്ച ഒരു ലോഞ്ച്, അല്ലെങ്കിൽ റീലോഞ്ചാണ് നടന്നത്. ആ റീലോഞ്ചിന്റെ കഥകളുമായിട്ട് റേഡിയോ ഗാരേജ് ഇവിടെ തുടങ്ങുവാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഡസ്റ്ററിന്റെ കഥകളാണ് കേട്ടോ. കുറച്ചധികം നാളുകളായിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഡസ്റ്ററിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയത് ചെന്നൈയിൽ വെച്ചാണ്. ചെന്നൈയിലായിരുന്നു. തമിഴ്നാടിന്റെ മണ്ണിൽ വെച്ച് നടന്ന ആ ഒരു രാജകീയ ലോഞ്ചിന് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ പോയ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് നമ്മുടെ കെവിൻ. അതെ, ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് കെവിൻ പറഞ്ഞു തുടങ്ങുന്നതാണ് കഥ ഇവിടെ തുടങ്ങുവാണ്. എന്താണ് അവസ്ഥ? 2025 അവസാനമായപ്പോഴാണ് ഡസ്റ്ററിനെ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ജനുവരി 26, 2026 വരുന്നു. ജനുവരി 26 റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഡസ്റ്റർ വരും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിരുന്നു. അതെ, ആക്ച്വലി അത് കേട്ടപ്പോൾ മുതൽ തന്നെ ഇത്ര അനൗൺസ്മെന്റ്, നോർമലി ലോഞ്ചസ് ഒന്നും ഇത്ര ഒരു അനൗൺസ്മെന്റ് നമുക്ക് കാണാറില്ല. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം, ഫുൾ അഡ്വർടൈസ്മെന്റ് ഈ ഒരു ജനുവരി 26 2026 വരുന്ന ഒരു വാഹനത്തിനെ പറ്റിയുള്ളതായിരുന്നു, ഡസ്റ്ററിനെ പറ്റിയുള്ളതായിരുന്നു. ആൻഡ് അത് ഈ റിപ്പബ്ലിക് ഡേക്ക് തന്നെ കൊണ്ടുവെക്കാൻ തന്നെ അതിനൊരു കാരണം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞു. ലോഞ്ചിന് ചെന്നപ്പോഴാണ് ആ ഒരു ഡേറ്റിനും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായത്. അതെ, ഓക്കെ. ആ റിപ്പബ്ലിക് ഡേക്ക് നോർമലി നമ്മൾ കാണുന്ന തരത്തിലുള്ള രാജ്യത്തിന് സംഭാവന നൽകുന്ന, നമ്മുടെ രാജ്യത്തിനോട് ആദരവ് സൂചിപ്പിക്കുന്ന 2-3 പരിപാടികളുണ്ടായിരുന്നു. ഓക്കെ, അതായത് ബോംബെ കോയറിന്റെ മനോഹരമായിട്ടുള്ള റിപ്പബ്ലിക് ഡേയുടെ ഗാനങ്ങളും, തമിഴ്നാടിന്റെ എക്കാലത്തെയും ഇതിഹാസങ്ങളിൽ ഒരാളായിട്ടുള്ള പ്രഭുദേവയുടെ ഡാൻസ്. എന്ത് വേണോ ഇനി, ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നത്, സാധാരണ ഇപ്പോ വിനുവും കെവിനും ഒക്കെ കുറച്ച് ലോഞ്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പല ഓഡിറ്റോറിയങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്റർ, അതുപോലെ തന്നെ നോയിഡയിലെ ബുദ്ധ സർക്യൂട്ട്, ഇങ്ങനെ പലയിടങ്ങളിൽ ലോഞ്ചുകൾ നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഇത്രത്തോളം ഗംഭീരമായ പരിപാടി നടക്കണമെങ്കിൽ ഈ ലോഞ്ച് നടന്നത് എവിടെയാണ്? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ഞെട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളൊരിടത്ത് വെച്ച് വാഹനങ്ങളുടെ ലോഞ്ച് നടന്നിട്ടുണ്ടോ എന്ന് പോലും ചോദിക്കും. എവിടെയാണ്? അതാണ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിപ്പമേറിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഒരു ഹിറ്റായിട്ടുള്ള ലോഞ്ച് നടന്നിട്ടില്ല. ഇല്ല. ലോകമെമ്പാട് നോക്കുകയാണെങ്കിൽ പോലും ഇത്രയധികം ആൾക്കാർ പങ്കെടുത്തത്, ഇത്രയും വലിയ ഇടത്ത് വെച്ച് നടന്ന ലോഞ്ച് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും ആൾക്കാർ പങ്കെടുക്കണമെങ്കിൽ ഏകദേശം 15,000-ന് മുകളിൽ ആൾക്കാർ പങ്കെടുത്ത 15,000? അതെ, 15,000 ആളുകൾ ഒരു വാഹനത്തിന്റെ ലോഞ്ച് കാണാൻ എത്തി. അത് തെരഞ്ഞെടുക്കപ്പെട്ടവർ ലിമിറ്റഡ് നമ്പറാണ്. പക്ഷെ കാണികളാണ് 15,000-ന് മുകളിൽ. ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ നോർമൽ ഒരു കൺവെൻഷൻ സെന്ററിൽ പറ്റില്ല. 15,000 പേരെ ഒരിക്കലും ഇരുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഓപ്പൺ സ്പേസിലേക്ക് പരിപാടി നടത്തേണ്ടി വരും. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് ഇത്രയും വലിയൊരു
വണ്ടി ലോഞ്ചൊക്കെ അങ്ങനത്തെ ഒരു ഗ്രൗണ്ടിൽ പന്തലിട്ട് നടത്തുന്നത് അതൊരു സുഖമില്ലാത്ത പരിപാടിയാണ്. അതെ. അപ്പോൾ അവിടെയും അല്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളിൽ ഒന്നായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ലോഞ്ച് നടന്നത്. അതെ. ഈ സ്റ്റേഡിയം നിറച്ചിരിക്കുന്ന കാണികളുടെ കരഘോഷത്തോടെയാണ് ഡസ്റ്റർ അവതരിപ്പിക്കപ്പെട്ടത്. അതെ, നമ്മൾ ഗ്രൗണ്ടിൽ മെയിൻ സ്റ്റേജിന് അടുത്തായിട്ട് മീഡിയാസിനെല്ലാം ഉള്ള സീറ്റിംഗും, ഓക്കെ, സ്റ്റേജിന് ചുറ്റും കാണികൾ, സ്റ്റേഡിയം നിറച്ചും ആർത്തിരമ്പുന്ന കാണികൾക്ക് നടുവിലാണ് ആ ഒരു ലോഞ്ച്. അതെ, നമ്മളൊരു സ്പോർട്സ് ഇവന്റിന് എങ്ങനെ പോകുന്നു, നമ്മൾ മൈതാനത്തിറങ്ങി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ഏറ്റവും ഫസ്റ്റ്, ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന. നിങ്ങൾ കണ്ടിട്ടേ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അതെ, നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയി കാണുമല്ലോ. അതുപോലെ തന്നെ 15,000 ആൾക്കാരാണ് ഈ ഒരു വാഹനത്തിന്റെ ലോഞ്ച് വിറ്റ്നസ് ചെയ്യാനായിട്ട് ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 15,000 കാണികൾ ഓരോരുത്തരായിട്ട് ടിക്കറ്റ് കൊടുത്ത് സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കെവിനൊക്കെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഏറ്റവും മുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. റേഡിയോയിൽ ഇപ്പൊ പാട്ട് വരും. അത് കഴിഞ്ഞിട്ടേ വണ്ടി ഞങ്ങൾ ലോഞ്ച് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഡസ്റ്ററിന്റെ ലോഞ്ചിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. കെവിൻ അപ്പോൾ തമിഴ്നാട്ടിലേക്ക് പ്രത്യേക ക്ഷണിതാവായിട്ട് ചെല്ലുന്നു. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് കെവിൻ എത്തുന്നു. എത്തിയപ്പോൾ സ്റ്റേഡിയത്തിന് ചുറ്റും നോക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ ഗാലറികളിലേക്ക് നോക്കുമ്പോൾ, ടിക്കറ്റ് എടുത്ത് കയറിയ കാണികളെ കൊണ്ട് സ്റ്റേഡിയം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നീട് എന്ത് സംഭവിച്ചു? അതിനു മുന്നേ തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു മാച്ച് കാണാനായിട്ട് പോകുന്ന സമയത്ത്, ഈവൻ നമുക്കൊരു ഫുട്ബോൾ, നമ്മുടെ ISL-ന്റെ ഒരു ഉദാഹരണം എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണാനായിട്ട് പോയൊരു കാണി, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്രേമി, അപ്പൊ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. ഇപ്പം കളിക്കാർ വരുന്നത് വോൾവോ ബസ്സിൽ പോലീസിന്റെ അകമ്പടിയോട് കൂടിയാണ്. അതെ. നമ്മൾ ഹോട്ടലിൽ നിന്നും ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് പോയതും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ആ ഒരു പോലീസിന്റെ അകമ്പടിയോടുകൂടി പ്രത്യേകമായ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡ്, ഗ്രാഫിക്സ് ഇല്ല, ബട്ട് എങ്കിലും നമുക്കൊരു കളർഫുൾ വാഹനത്തിനകത്ത് കയറി സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു. അപ്പൊ ബാക്കിയുള്ള കാണികളൊക്കെ ടിക്കറ്റ് എടുത്ത് ഈ പരിപാടി കയറാൻ വേണ്ടി നിൽക്കുന്ന കാണികളൊക്കെ രണ്ട് വശത്തൊന്നും തല ഇങ്ങനെ പയ്യെ താഴേക്ക് ചായച്ചിട്ട്, ആരാണ് ഇവന്മാർ, ഈ വണ്ടിക്കകത്തൊന്ന് വരിവരിയായിട്ട് വരുന്നവർ ആരാണെന്ന് കെവിനേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതെ, അവര് ആ വൈബ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും അകത്തേക്ക് എത്തി. അതെ, നമ്മൾ അകത്തേക്ക് എത്തുന്നു. അതിനുശേഷം നമ്മുടെ മീഡിയയുടെ ടാഗും കാര്യങ്ങളൊക്കെ തരുന്നു. അതുകൂടാതെ നമ്മുടെ കയ്യിൽ കെട്ടാനായിട്ട് ഒരു വാച്ച് തന്നു. ആ വാച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു വേറൊന്നുമില്ല, ഒരു വൈറ്റ് ബാൻഡ്, അതിൽ ഡസ്റ്ററിന്റെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. ശരി, ഇത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാരും നോക്കുന്നുണ്ട് ഇത് എന്താണെന്നുള്ളത്. അപ്പൊ അതിന്റെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബട്ടൺ പിടിച്ച് ഇങ്ങനെ കുറെ നേരം ലോങ് പ്രസ് ചെയ്തപ്പോൾ അതിങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ട്. അതിൽ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഇങ്ങനെ പല പല ലൈറ്റ് മാറി കത്തുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും വലിയൊരു ക്രൗഡ് വരുന്ന ഒരു ഇവന്റ് ആണ്, ചിലപ്പോൾ മീഡിയാസിന് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ എന്നെ പോലെ തന്നെ എല്ലാ മീഡിയാസിനും അത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 7-7:30 ആകുമ്പോഴാണ് പരിപാടി തുടങ്ങുന്നത്. നമ്മളൊരു 5:30-5:45 ആയപ്പോഴത്തേനും നമ്മൾ സ്റ്റേഡിയത്തിലെത്തി. അപ്പൊ എത്തിക്കഴിയുമ്പോഴാണ് ഇതിന്റെ ബാക്കിൽ ഇത്രയും ക്രൗഡ് ഉള്ള കാര്യം നമ്മൾ അറിയുന്നത്. മനസ്സിലായി. നമ്മളിങ്ങനെ എത്തുന്നതിനോട് അടുപ്പിച്ച് തന്നെ ക്രൗഡും കയറുന്നുണ്ട് ടിക്കറ്റ് എടുത്തിട്ട്. അപ്പൊ ഒരു 6-6:15 ആയപ്പം ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൗഡിന്റെ ഒരു സൗണ്ട്. അപ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ക്രൗഡിന് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്റ്റേഡിയം ഫുള്ളായി എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാക്കുന്ന തിരിഞ്ഞു നോക്കിയപ്പോഴാണ്. അപ്പോഴത്തേനും എല്ലാവരും ഫോണിൽ ഫ്ലാഷ് അടിക്കുന്നു. നമ്മൾ നോർമലി സ്റ്റേഡിയത്തിൽ കാണുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തുടക്കം സംഭവിക്കുകയാണ് സ്റ്റേഡിയത്തിൽ. കറക്റ്റ്. അതും തമിഴ്നാടാണ് കുറച്ചുകൂടി ആഘോഷങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള, ആഘോഷങ്ങളെ എന്നും ആ ഒരു റേഞ്ചിൽ കാണാൻ പറ്റുന്ന ആയിരക്കണക്കിന് മനുഷ്യരുള്ള നാടാണ്. അതെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ കയ്യിലും ഈ വൈറ്റ് ബാൻഡ് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് വേറെ എന്തോ പരിപാടി വരാനുണ്ട്. അപ്പോൾ ഒരു 6:30 അടുപ്പിച്ച് ഇതൊക്കെ പാട്ടുകളൊക്കെ വരുന്നു. പാട്ടുകളൊക്കെ വന്നപ്പോൾ ഈ ഒരു ഇത്രയും ക്രൗഡ് നിൽക്കുകയാണല്ലോ, നമ്മുടെ കയ്യിലെ വാച്ചുകളിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി കത്തുന്നു. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഗാലറിയിൽ ഇങ്ങനെ മുഴുവൻ പേരുടെയും കൈകളിൽ ഈ ഒരു ബാൻഡ് ഉണ്ട്, അതിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അതായത് മൾട്ടി കളറിൽ മിന്നാമിന്നി എങ്ങനെ കത്തുന്നോ അത്രയും ഒരു അതുപോലെ ഒരു ഫീൽ ആയിരുന്നു. 15,000 പേരുടെ കൈകളിലെ ബാൻഡിൽ കളർഫുൾ ആയിട്ട് അല്ലെങ്കിൽ തെളിഞ്ഞു നിൽക്കുന്ന ബാൻഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ. അതെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഞാൻ ഇപ്പോഴും ആ ഒരു ബാൻഡ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. രോമാഞ്ചിഫിക്കേഷൻ അതാണ് സംഭവിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ലോഞ്ചുകളിൽ നിന്നും എത്രയോ അധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോഞ്ചായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വാഹനത്തിന് റെനോ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അതെ, അത് മാത്രമല്ല ആസ് എ ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കും അല്ലെങ്കിൽ അവിടെ എത്തിയ എല്ലാ മീഡിയാസിനും വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടിയാണ്. ബിക്കോസ് ആ ഒരു വാഹനത്തിന് ഒരു ഐക്കോണിക് വാഹനമാണ്.
ഇന്ത്യയിലെ മിഡ് സൈസ് SUV സെഗ്മെന്റിന് തുടക്കം കുറിച്ചൊരു വാഹനമാണ്. അത് തിരിച്ചു വരുമ്പോൾ ഇതിൽ കൂടുതൽ അതിനൊരു സ്വീകാര്യത കൊടുക്കാൻ പറ്റുമോ എന്ന് ഇതിനേക്കാൾ നല്ലൊരു എൻട്രി കിട്ടാനില്ല. രജനികാന്തിന് പോലും കിട്ടിയിട്ടില്ല ഇത്ര നല്ല എൻട്രി എന്നല്ലേ. പ്രഭുദേവയുടെ ഡാൻസോട് കൂടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോ എന്തായാലും തമിഴകത്ത് നടന്ന തകർപ്പൻ ഡസ്റ്റർ ലോഞ്ചിന്റെ കഥകളാണ് റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവും കെവിനും ഉണ്ട് കേട്ടോ. ഇത് റേഡിയോ ഗാരേജ് ആണ്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഡസ്റ്ററിന്റെ ലോഞ്ച് ചെന്നൈയിൽ നടന്നതിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിറച്ചും കാണികളുമായിട്ട് നടന്ന ആർത്തിരമ്പുന്ന കാണികൾക്ക് നടുവിലേക്ക് എപ്പോഴാണ് ഡസ്റ്റർ കൊണ്ടുവന്നത് കെവിൻ? ഡസ്റ്റർ പ്രഭുദേവയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ബോംബെ കൊയർ അവരുടെ ഒരു പാട്ടുണ്ടായിരുന്നു. നമ്മൾ ISL അല്ലെങ്കിൽ മറ്റ് സ്പോർട്ട് ഇവന്റുകളുടെയൊക്കെ ഇനാഗ്രൽ ഫംഗ്ഷൻ പോലത്തെ ഒരു കളർഫുൾ പരിപാടി. അതെ, ഞാൻ ബോംബെ കൊയറിൽ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക് ഡേയുടെ ഒരു ഗാനം ഞാൻ പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് നമ്മുടെ ഒരു ഇവന്റിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഒരു ലോഞ്ച് ആണല്ലോ. പക്ഷെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് അവരൊരു വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലോചിക്കുന്നു. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ റെനോ ലോഞ്ചിന്റെ ഒന്ന് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ബോംബെ കോയർ അറിയാവുന്ന എല്ലാവർക്കും അറിയാട്ടോ ഏത് തരത്തിൽ. ഇപ്പൊ രാജ്യസ്നേഹമെങ്കിൽ രാജ്യസ്നേഹം അത്രത്തോളം നമ്മൾക്കുള്ളിലേക്ക് നിറച്ചു തരാൻ അവർക്ക് പറ്റും. അത് പ്രത്യേകിച്ച് ഒരു സ്റ്റേഡിയത്തിൽ സൗണ്ട് സിസ്റ്റത്തിൽ പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് അതിപ്പോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. അതെ, ഓക്കെ. അതിനുശേഷം പ്രഭുദേവയുടെ ഡാൻസ് ഈ ഒരു പ്രായത്തിലും ഈ ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അമ്പരിപ്പിച്ചൊരു കാര്യം. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഈ ഒരു ലോഞ്ചിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഇവന്റ് ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്രയധികം പെർഫോമൻസ് ആ ഒരു സ്റ്റേജിൽ കാഴ്ചവെച്ചത്. ഇത് കഴിഞ്ഞിട്ടാണ് അഭിനന്ദിക്കാൻ വാക്കുകളില്ല. പ്രഭുദേവയുടെ ഡാൻസിന് ശേഷമാണ് പിന്നീട് നമ്മൾ കാത്തിരുന്ന ഡസ്റ്ററിന്റെ വരവ്. എങ്ങനെയാണ് ഡസ്റ്ററിന്റെ വരവ്? ഡസ്റ്റർ ഇന്ത്യയിൽ എങ്ങനെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തോ, അതായത് അന്ന് സ്റ്റേജ് ഇല്ലായിരുന്നു, ഇന്നിപ്പോ നമുക്കൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് നിറച്ചുകൊണ്ട് ഒരു വാഹനം കർട്ടൻ നീക്കി പുറത്തേക്ക് വരുന്നു. അത്രയും വലിയ ക്രൗഡിന് മുന്നിലേക്ക് ഒരു വാഹനം വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആരവം അത് അവിടെ ഫീൽ ചെയ്യാൻ പറ്റി. ഡസ്റ്റർ എന്തായാലും ഇതെല്ലാം കാണുന്നുണ്ടാകും, ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ടാകും, സന്തോഷിക്കുന്നുണ്ടാകും. നമ്മൾ ഡസ്റ്ററിനെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കും. റേഡിയോയിൽ പാട്ടുകളാട്ടോ വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഡസ്റ്ററിന്റെ ലോഞ്ചിന് കെവിൻ പോയ കാര്യങ്ങളും കഥകളും ഒക്കെ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ വെച്ച് നടന്ന ഡസ്റ്ററിന്റെ ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചരിത്ര സംഭവമാണ്. ഇനി കുറെ കാലം കഴിഞ്ഞാലും വാഹനപ്രേമികൾക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മറ്റുള്ളവർക്ക് വളരെ അസൂയയോടെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു മെഗാ ലോഞ്ച്. 10-15,000 കാണികൾക്ക് മുന്നിലേക്ക് ഡസ്റ്റർ അവതരിപ്പിക്കപ്പെടുവാണ്. കയ്യടികളും ആരവങ്ങളും ഒക്കെ ആയിട്ട് ആർപ്പുവിളികളും ആരവങ്ങളുമായി സ്റ്റേഡിയത്തിൽ കൂടി നിൽക്കുന്ന കാണികൾക്ക് നടുവിലേക്ക് ഡസ്റ്റർ എത്തുന്നു. എങ്ങനെയുണ്ട്? എന്താണ് വണ്ടി? എനിക്ക് തോന്നുന്നത് ഈ ഒരു പാറ്റേൺ ഇനിയിപ്പോൾ മുമ്പോട്ട് പല ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. മാനുഫാക്ചേഴ്സും സ്റ്റേഡിയങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഓഫ് സീസൺ സമയത്തൊക്കെ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടിക്കറ്റ് വെച്ച് കാണികളെ കയറ്റി കഴിഞ്ഞാൽ ഇത് ഗംഭീരമാകുമല്ലോ. എനിക്ക് തോന്നുന്നു ഗാരേജ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഈ വലിയ വലിയ വണ്ടികളിലൊക്കെ ലോഞ്ച് നടക്കുമ്പോൾ ഇത് എല്ലാ മനുഷ്യർക്കും കാണാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും മാറുന്നില്ലല്ലോ എന്ന്. ആ ചിന്തകളൊക്കെ അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഇവന്റിന്റെ ചെലവ് എത്രയാണെന്ന് നോക്കിക്കാം. ഈ ഇവന്റിന്റെ ചെലവ് ഇപ്പൊ എന്തായാലും ചെന്നൈ പോലത്തെ ഒരു സ്ഥലത്തൊരു സ്റ്റേഡിയം ഒരു ദിവസമല്ല 2-3 ദിവസം റെന്റിന് എടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തണമല്ലോ. ഒപ്പം 15,000 കാണികൾ, അതിന്റെ ബാക്കി സൗണ്ട് സിസ്റ്റം, അതിന്റെ ഓപ്പറേഷൻസ്, ഇവന്റ് മാനേജ്മെന്റ് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ കോടികളിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ എത്ര വരെ പോകുമെന്ന് എനിക്കറിയില്ല. 15 കോടി രൂപ ഒരു വണ്ടിയുടെ ലോഞ്ചിന് വേണ്ടി റെനോ ചെലവാക്കിയിട്ടുള്ളതാണ്. അത് കൊള്ളാം. അത് ഗംഭീരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. ആ ഒരു 15 കോടിക്ക് 25 കോടിയുടെ ഒരു ഔട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമുക്കിപ്പോൾ ഈ ഇവന്റിന്റെ പ്രൈസ് മാത്രമേ അറിയാൻ പറ്റിയിട്ടുള്ളൂ. റെനോ ഡസ്റ്ററിന്റെ പ്രൈസ് ഇതുവരെ അവർ പുറത്തു. വണ്ടിയുടെ വില പറഞ്ഞിട്ടില്ല. ഈ ഒരു ഇവന്റിന്റെ ചെലവും കൂടി കൂട്ടിയിട്ട് വേണം അത് വണ്ടിയിൽ നിന്ന് അവർക്ക് തിരിച്ചു പിടിക്കാൻ. അതായത് അതിന്റെ കണക്കുകൂട്ടലുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെലവായ പൈസയൊക്കെ ആയിട്ട് ഈ കമ്മിറ്റിക്കാരിങ്ങനെ, നമ്മൾ സാധാരണ നാട്ടിൽ ക്ലബ്ബ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു കണക്ക് കൂട്ടുന്ന പരിപാടിയില്ലേ, ഈ കണക്ക് കൂട്ടി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ചെലവ് പ്രഖ്യാപിക്കാൻ പോണത്. അതുകൊണ്ട് എങ്ങനെയാണ് ഡസ്റ്റർ നമ്മളെ കൊക്കിൽ ഒതുങ്ങുവോ? അതാണ് ഡസ്റ്ററിന്റെ ലോഞ്ച്. വണ്ടി സ്റ്റേജിലെത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ പറയുന്ന സമയത്ത് വരെ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും അവർ പറഞ്ഞിട്ടില്ല. വാഹനത്തിന്റെ പ്രൈസ്, പിന്നെ എഞ്ചിൻ ഓപ്ഷൻസും ഒക്കെ പറഞ്ഞു. ഹൈബ്രിഡിലൊക്കെ വാഹനം വരുന്നുണ്ട്.
ഹൈബ്രിഡ് വാഹനം ഈ ദീപാവലിക്ക് കിട്ടുള്ളൂ. ഓക്കെ. അതായത് ഈ ഒരു വർഷം അവസാനത്തോളം എത്തിയാൽ മാത്രമേ നമുക്ക് വാഹനത്തിന്റെ ഒരു ഫുൾ പിക്ചർ കിട്ടുള്ളൂ. ഓക്കെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനിയും ഇവന്റുകൾ വരാനിരിക്കുന്നുണ്ട്. അതെ. ഇനിയും പലതും സംഭവിക്കാനിരിക്കുന്നുണ്ട്. അത് ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഇവന്റ് തീർന്നത്. സത്യം പറഞ്ഞ വാഹനം ഓടിക്കാനുള്ള ഒരു അവസരം കിട്ടി, അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല. അതും അവർ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓടിച്ചോളൂ, പക്ഷേ പുറത്തു പോയി ഒന്നും മിണ്ടരുത്. അതെ. ഞാൻ മൊത്തത്തിൽ ചോദിക്കട്ടെ, നമ്മളെ പഴയ ഡസ്റ്റർ ഡിസൈനിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തിയാണല്ലോ പുതിയ ഡസ്റ്റർ വന്നിട്ടുള്ളത്. അതെ. എങ്ങനെയാണ് കെവിൻ ഒറ്റക്കാഴ്ചയിൽ ദൂരെ നിന്ന് എന്ത് തോന്നി? എങ്ങനെയുണ്ട് ഡസ്റ്റർ? സത്യം പറഞ്ഞാൽ ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം വന്ന ഒരു വാഹനമായ സ്ഥിതിക്ക് ഡസ്റ്റർ ഈ കളം വിട്ട് പോകുന്ന സമയത്ത് 1-2 വാഹനങ്ങൾ മാത്രമായിരുന്നു ആ ഒരു സെഗ്മെന്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. എന്നാൽ ഇന്നിപ്പോൾ ഡസ്റ്റർ തിരിച്ചു വരുമ്പോൾ 13 മുകളിൽ വാഹനങ്ങളാണ് ആ ഒരു സെഗ്മെന്റിൽ മാത്രമുള്ളത്. 13 വാഹനങ്ങൾ ആ സെഗ്മെന്റ് അടക്കി ഭരിക്കുന്നു. ഡസ്റ്റർ അടക്കി ഭരിച്ചിരുന്ന നാളുകളിൽ നിന്ന് ഇപ്പോൾ ഡസ്റ്റർ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ നിന്ന് തുടങ്ങേണ്ടി വരും. എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ ഇത്രയും വാഹനങ്ങളുള്ള സ്ഥിതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിലേക്ക് ഇനി ഒരു വാഹനം കൊണ്ടുവരുമ്പോൾ ഈ ഒരു മറ്റ് വാഹനങ്ങൾക്കില്ലാത്ത എന്ത് ക്വാളിറ്റിയാണ് ഇനി വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വാഹനത്തിന് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതെ. കൂടാതെ ഇത്രയും വാഹനങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത ഈ ഒരു വാഹനത്തിന് കൊണ്ടുവരികയും വേണം. ഓക്കെ. അതാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയാണത്. കാര്യം. അത് നോക്കുന്ന സമയത്ത് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ആകത്തൊക്കെ ആയിട്ടുള്ള ഒരു വാഹനം ആണ് എന്ന് പറയാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം ഡസ്റ്ററിലുണ്ട്. അതെ. ഈ പറഞ്ഞ ഗവേഷണങ്ങളെല്ലാം ഇവർ ഇത്രയും കാലം നടത്തിയത് ഇതിനു വേണ്ടി ആയിരുന്നു എന്ന് നമുക്ക് വണ്ടി കാണുമ്പോൾ തോന്നും. അതെ, അത് മതി. അപ്പോ ഡസ്റ്റർ ഫാൻസ് ഒന്നും നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ജിമ്മിൽ പോയി വന്ന ഒരു ഡസ്റ്റർ. ഓക്കെ. നല്ല മസിലൊക്കെ വെച്ച് കാണാൻ ലുക്ക് ആയിട്ടുള്ള ഒരു ഹെൽത്തി കുട്ടനായിട്ടുള്ള ഡസ്റ്ററിനെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് കെവിൻ പറയുന്നത്. എന്തായാലും അത് കണ്ടതിന്റെ സന്തോഷത്തിലെ റേഡിയോയിൽ കുറച്ച് പാട്ട് തരും. അത് കഴിഞ്ഞിട്ടാണ് ഡസ്റ്ററിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. പറയാൻ പറ്റുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഇത് സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജ് ആണ്. കൂടെ വിനുവും കെവിനുമാണ്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഡസ്റ്ററിന്റെ ലോഞ്ചിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിനുവും കെവിനും ഉണ്ട്. അപ്പോൾ ചെന്നൈയിൽ വെച്ച് നടന്ന ലോഞ്ചിൽ ഡസ്റ്റർ കണ്ടു. കെവിൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുറപ്പാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കെവിൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയുമല്ലോ, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നേ ഡസ്റ്റർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കെവിൻ കുഴപ്പമില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇത് പണിയാകുമല്ലോ എന്ന്. പക്ഷെ അല്ല, ഡസ്റ്റർ അടിപൊളിയാണ്. അതായത് അടിപൊളി ആണെന്ന് ഞാൻ പറയുന്നത് വാഹനത്തിന് കാണാനുള്ളൊരു ലുക്ക്, വാഹനം ഓടിക്കാനും അത്യാവശ്യം കൊള്ളാം. പഴയ ഡസ്റ്ററിനേക്കാളും മസിൽ വെച്ച് വന്നു എന്ന് പറയുമ്പോൾ വലിപ്പവും കൂടിയിട്ടുണ്ട്. അതെ, വലിപ്പം, നീളം, വീതി എല്ലാം കൂടിയിട്ടുണ്ട്. ഡിസൈനെ പറ്റി പറയുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടും. കുറ്റം പറയാനൊന്നും ഇല്ല. അതുപോലെ തന്നെ പല കാര്യം നോക്കുന്ന സമയത്ത്, ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്തും ഇത് ആ വണ്ടിയിലുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഇത് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു ഇതിലില്ല എന്ന് പറയാനായിട്ട് ഒരു അവസരം കൊടുത്തിട്ടില്ല. ഓക്കെ. പക്ഷേ ഇനിയിപ്പോൾ വാഹനത്തിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് വാഹനത്തിന് നമുക്കൊരു ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നുണ്ട്. ടർബോ പെട്രോൾ 2 എഞ്ചിൻ വരുന്നുണ്ട്. അതെ. നോൺ ടർബോ, അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് ടർബോ വന്നിട്ടില്ല. അത് ചിലപ്പോൾ വരാതിരിക്കുക, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കൂടാതെ 4x4 അതൊരു ഓഫ് റോഡ് 4x4 വരുന്നുണ്ട്. 4x4 വരുന്നില്ല. നിലവിൽ അവരോട് നമ്മൾ ചോദിച്ച സമയത്ത്, അതായത് എഞ്ചിനീയറിംഗ് സൈഡ് ടീമിനോട് ചോദിച്ച സമയത്ത് നിലവിൽ അതിനുള്ള ഒരു സാധ്യതകളില്ല. പക്ഷെ ഇനി മാർക്കറ്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ബിക്കോസ് ഗ്യാങ് ഓഫ് ഡസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡസ്റ്റർ വന്ന സമയത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ഒരു ട്രിബ്യൂട്ടിന് ഇവർ കൊണ്ടുവരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സെഗ്മെന്റിൽ നോക്കുന്ന സമയത്തും ഓൾ വീൽ ഡ്രൈവ് ഇല്ല, വേറെ ശരിയാണ്. അപ്പം ഡസ്റ്റർ അതിന്റെ കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനമാണ്. പക്ഷെ നിലവിലത്തെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഹൈബ്രിഡ് എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണല്ലോ ഈ ഒരു വാഹനം. ഇലക്ട്രിക് മോട്ടറിന്റെ അസിസ്റ്റോട് കൂടിയിട്ട് റിയർ വീലിൽ ബൈക്ക് വീലിലേക്ക് പവർ പുഷ് ചെയ്യാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 4 വീൽ ഡ്രൈവ് പ്രതീക്ഷിക്കാം. അത് ദീപാവലി വരെ കാത്തിരിക്കേണ്ടി വരും. അത് നോർമൽ ഹൈബ്രിഡിനാണ് ദീപാവലി നമ്മൾ കാത്തിരിക്കേണ്ടത്. ശരി. സോ നോർമൽ ഹൈബ്രിഡിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി, അതിന്റെ പ്രൈസും ഇതിന്റെ ഡെലിവറീസും എല്ലാം തന്നെ ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അടുത്ത വർഷത്തിന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ള സാധ്യത. 4 വീൽ ഡസ്റ്റർ 2027 വരികയാണെങ്കിൽ വരുള്ളൂ. ഇപ്പൊ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ടർബോ പെട്രോൾ 2 എഞ്ചിൻ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. അപ്പോ ഞാൻ കുറച്ച് കാലമായിട്ട് ഡസ്റ്ററിനെ പറ്റി പറയുമ്പോഴൊക്കെ കെവിനോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ വരുമോ? ഡീസൽ എഞ്ചിൻ വരാനായിട്ടുള്ള സാധ്യത ഇല്ല. പക്ഷേ ഡീസൽ എഞ്ചിൻ നോർമലി ഇപ്പൊ നമ്മൾ നോക്കുന്നത് മൈലേജ്. അതെ. ഡസ്റ്റർ അന്നിറങ്ങിയ വണ്ടിയാണെങ്കിലും വാഹനമാണെങ്കിലും നമുക്ക് ഡസ്റ്റർ ഓടിച്ച മനുഷ്യർക്കെല്ലാം, ഡസ്റ്റർ ഉടമകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നത് ഡസ്റ്ററിന്റെ മൈലേജ് ആണ്. ഡീസൽ എഞ്ചിന് ഇത്രയും മൈലേജ് ആ കാലഘട്ടത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്
ഡസ്റ്ററിന്റെ ഡീസൽ എഞ്ചിനെ പറ്റിയാണ്. അതെ. അപ്പോൾ ആദ്യം കണ്ട വാർത്തകൾ, അല്ലെങ്കിൽ ഞാനും ഈ പറഞ്ഞ പോലെ കെവിൻ പോയതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡീസൽ എഞ്ചിൻ ഇല്ല എന്നൊരു തോന്നലിലേക്ക് കാര്യങ്ങൾ എത്തിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെയാണോ? ഡീസൽ എഞ്ചിൻ ഇല്ല. ഓക്കെ. അതിന് പകരമാണ് ഹൈബ്രിഡ് ഉണ്ട്. ഹൈബ്രിഡ് വരുന്നു. റെനോ പറയുന്നത് ഈ ഒരു സെഗ്മെന്റിലെ പവർഫുൾ ആയിട്ടുള്ള ഹൈബ്രിഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ. അതായത് 1.8 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു ഹൈബ്രിഡിൽ വരുന്നത്. 1.8 ലിറ്റർ വരുന്ന സമയത്ത് അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എക്സ്പെൻസീവ് ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ഒരു ഊഹം മാത്രമാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. ഈ ഒരു എഞ്ചിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയുടെ ഒരു പ്രത്യേകത, 80% സമയത്തും ഇത് EV ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എഞ്ചിനാണ്. 80% സമയത്തും? അതെ. ഓ, അപ്പൊ ഇത് വൻ മൈലേജിലേക്ക് ആയിരിക്കുമല്ലോ കാര്യങ്ങൾ പോകാൻ പോകുന്നത്. അതെ. ബൈക്കിനേക്കാൾ കൂടുതൽ മൈലേജ് ഉള്ള കാറോ? അതായത് ഈ ഒരു സെഗ്മെന്റില്, ഈ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് അത് തന്നെ. അതായത് ഡസ്റ്റർ കൊണ്ടുപോകുന്ന സെഗ്മെന്റിൽ പിന്നീട് നമ്മൾ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടിയായിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന ആള് ഒന്ന് ഉഴപ്പിക്കഴിഞ്ഞപ്പോൾ വേറൊരാൾ പഠിക്കുന്ന കുട്ടിയായിട്ട് ഫ്രണ്ട് ബെഞ്ചിലിരുന്നു. അങ്ങനെ വന്ന ആളാണല്ലോ ക്രച്ച. നമ്മളിപ്പം നമ്മുടെ ChatGPT ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ റേഡിയോ ഗാരേജിൽ യൂസ് ചെയ്ത ടൈം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ChatGPT പറയും ക്രെറ്റ സെഗ്മെന്റ്. ഇത് കണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആള് ഡസ്റ്ററാണ്. അതെ. എടാ മോനെ, ഞാനാണ് ഇത് കൊണ്ടുവന്നത്, പക്ഷേ എന്റെ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്തായാലും ആ സെഗ്മെന്റിൽ മത്സരിക്കുന്ന മറ്റു വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഹൈബ്രിഡ് എഞ്ചിൻ കിട്ടും എന്നാണ് പറയുന്നത്. അതെ. 1.7 kWh ബാറ്ററിയാണ്. ഓക്കെ. ഈ സെഗ്മെന്റിൽ ഗ്രാൻഡ് വിറ്റാരയും ഹൈ റൈഡറുമാണ് ഹൈബ്രിഡ് ഉള്ളത്. ഓക്കെ. അതായത് ഗ്രാൻഡ് വിറ്റാരയുടെ ഡബിൾ കപ്പാസിറ്റിയാണ് ഈ ഒരു ഹൈബ്രിഡ് ബാറ്ററിക്ക് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ 1.8 ലിറ്റർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ എഞ്ചിനിലും പവർ ഉണ്ട്, കൂടുതൽ പവർ ഉണ്ട്, കൂടുതൽ റേഞ്ചും കിട്ടും. സോ എനിക്ക് തോന്നുന്നത് ഒരു 30+ എന്തായാലും കിട്ടും. ഗ്രാൻഡ് വിറ്റാര ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് 29 കിട്ടി എനിക്ക് മൈലേജ്. അതിനേക്കാൾ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഡസ്റ്റർ തിരിച്ചു വരുമ്പോൾ അതൊരു 1.5 വരവ് തന്നെയാണ്. നമ്മൾ ഇത്രയും കാലം പറഞ്ഞതൊന്നും വെറുതെ ആയില്ല. പക്ഷേ ദീപാവലി സമയത്തേക്ക് മാത്രമേ ഹൈബ്രിഡ് എഞ്ചിൻ വരുള്ളൂ. എല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി കാത്തിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ 2025 നവംബർ സമയത്താണ് ഇത് അനൗൺസ് ചെയ്തത്. ഓക്കെ. ഏകദേശം 1 വർഷം എടുക്കും. ഇനിയും 2025 സമയം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1 വർഷം എടുക്കും ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി പുറത്തു വരാൻ. 2026 തീരാറാവുമ്പോഴത്തേക്കുമേ ഹൈബ്രിഡ് വരുള്ളൂ. അതിനു മുൻപ് വരുന്ന എഞ്ചിനുകളെക്കാളൊക്കെ വലിയ സാധനങ്ങൾ വരാനിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ അല്ലേ? അത് മാത്രമല്ല, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നോക്കുന്ന സമയത്തും 2026 അവസാനത്തോടു കൂടി മാത്രമായിരിക്കും പല വാഹനങ്ങളുടെ വെളിപ്പെടുത്തലുകൾ വരാനായിട്ടുള്ളത്. ഈ വിറ്റാരയുടെ പ്രൈസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ടൊയോട്ടയുടെ ഇലക്ട്രിക് വാഹനം വന്നിട്ടുണ്ട്, അതിന്റെയും പ്രൈസ് വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇപ്പോഴും 2025 ഓടിച്ച വാഹനമാണ്. ഇതുവരെ അതിന്റെ പ്രൈസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവര് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കെവിൻ. ഇവര് കണക്കൂട്ടൽ നടത്തുമ്പോൾ നമുക്ക് റേഡിയോയിൽ നല്ല പാട്ട് പ്ലേ ചെയ്തു തരാം. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഡസ്റ്ററിന്റെ കഥകൾ തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ വെച്ച് ലോഞ്ച് ചെയ്ത, അല്ലെങ്കിൽ മെഗാ ലോഞ്ച് ചെന്നൈയിൽ വെച്ച് നടത്തിയ, തമിഴ്നാട്ടിൽ ഒരു ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തമിഴ് പടം കാണാൻ പോകുന്ന, അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർമാരെ നേരിട്ട് കാണാൻ പോകുന്നതിന്റെ ഒരു ഫീലിൽ തന്നെ നടന്ന പരിപാടി. കറക്റ്റാണ്. അപ്പോൾ അത്രത്തോളം ആഘോഷങ്ങളെ നെഞ്ചേറ്റുന്ന മനുഷ്യരുടെ നാട്ടിൽ ഡസ്റ്റർ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരത് റെനോ മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ഇന്ത്യയിൽ ഏത് ഇടത്ത് വെച്ച് ഇത് ലോഞ്ച് ചെയ്യണമെന്ന് അവർ ആലോചിച്ചപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്ന മനുഷ്യരുടെ നാട്ടിൽ ലോഞ്ച് ചെയ്യാം എന്നുള്ളത് അവർ തീരുമാനിച്ചു. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഈ 15,000 പേർ ടിക്കറ്റ് എടുത്ത് ഡസ്റ്റർ ലോഞ്ച് കാണാൻ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സംശയം ഞാൻ പറയും. ചിലപ്പോൾ പോകുമായിരിക്കും, പക്ഷേ പോകുമോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു ഓളം ഉണ്ടല്ലോ, അതായത് ഈ എല്ലാത്തിനെയും ഒരു ആഘോഷ മൈൻഡിൽ കാണാൻ. നമ്മൾ ചിലപ്പോൾ പറയും, പിന്നെ ഒരു കാർ ലോഞ്ച് ചെയ്യുന്നത് കാണാൻ വേണ്ടി ഞാൻ ജോലിയും കളഞ്ഞു പോകണോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മരണം പോലും ആഘോഷമാക്കുന്ന. അതെ, അതുകൊണ്ടാണ് അവരങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. വണ്ടി ലോഞ്ചല്ലേ, പോയേക്കാം. ഈ ഒരു സീനിൽ ആ ഒരു സ്റ്റേഡിയം നിറഞ്ഞു നിൽക്കുന്നു, ഡസ്റ്റർ ലോഞ്ച് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് എഞ്ചിൻ? ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ വണ്ടിയെ പറ്റി പറഞ്ഞു, വണ്ടി ആരെയും നിരാശപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ കെവിന്റെ അഭിപ്രായത്തിൽ എഞ്ചിൻ സൈഡും ബാക്കി വാഹനത്തിന്റെ മറ്റ് കഥകളൊക്കെ എന്താണ്? എഞ്ചിനിലേക്ക് പോവാം. ഈ ഒരു സെഗ്മെന്റിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു പുതിയൊരു വാഹനം വരുമ്പോൾ ഈ സെഗ്മെന്റിൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളോട് സാമ്യതയുള്ള നിൽക്കുന്ന വണ്ടി കൊടുക്കണം. അല്ലാതെ താഴെയായിട്ട് പോകാൻ കാര്യമില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് സെഗ്മെന്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പവർഫുൾ 163 bhp പവറും 280 Nm ടോർക്കും. 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 6 സ്പീഡ് മാനുവലിലും 6 സ്പീഡ് DCTയിലുമാണ് ഈ ഒരു വാഹനം ലഭിക്കുന്നത്. രണ്ടാമത്തെ എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വരുന്നത് 1 ലിറ്റർ ടർബോ ആണ്. ബട്ട് ഈ ഒരു വാഹനത്തിന് 1 ലിറ്റർ ടർബോ എങ്ങനെ സ്യൂട്ട് ആകും എന്നുള്ളതാണ് സ്റ്റിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം.
1000cc എഞ്ചിനാണ്, 3 സിലിണ്ടറാണ് വരുന്നത്, ടർബോ പെട്രോൾ ആണ്, 100 HP പവറും 160 Nm ഓഫ് ടോർക്കാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു വല്ലാത്ത വാഹനമായിരിക്കുമല്ലോ അത്. അതെ, 6 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് പുറത്തിറങ്ങുമ്പോൾ തീരുമാനിക്കേണ്ടി വരും. പക്ഷേ അതിൽ വേറൊരു കാര്യം, മാഗ്നറ്റിലും കൈഗറിലും വന്നിരിക്കുന്ന ടർബോ പെട്രോൾ എഞ്ചിന്റെ സെയിം സ്പെക്കാണ്. ഞാനും അത് ഓർക്കുന്നത്. ഇത്രയും വലിയ ഡസ്റ്ററിൽ ഇത്ര ചെറിയ സെറ്റപ്പ് ഒക്കെ വെച്ചൊരു വേരിയന്റ് വേണമായിരുന്നു, വില കുറയ്ക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമോ? പക്ഷെ അത് സ്റ്റിൽ ടർബോ പെട്രോൾ ആണ്. അത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതെ. ഓക്കെ. പക്ഷേ മാഗ്നറ്റും കൈഗറും ആ ഒരു ചെറിയ വാഹനത്തിന് ഒരു പവർ ഹൗസ് ആണ് എഞ്ചിൻ. മനസ്സിലായി. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ്. ഇത്രയും ചവിട്ടി പൊളിച്ച് ഓടിച്ചിട്ടും എനിക്കൊരു 17-18 മൈലേജ് കിട്ടുന്നുണ്ട്. അതാണ്. അതെ. അപ്പോൾ എഞ്ചിൻ വൈസ് നോക്കുമ്പോൾ 2 ടർബോ പെട്രോളും ഒരു ഹൈബ്രിഡും, ഇങ്ങനെ 3 എഞ്ചിനാണ് നമുക്ക് വരുന്നത്. CNG വരാനായിട്ടുള്ള സാധ്യതയില്ല. ഈ ഒരു വാഹനത്തിന്റെ ഷാസിയും അതിന്റെ എഞ്ചിനീയറിംഗ് സൈഡ് നോക്കുന്ന സമയത്ത് CNG കൊടുക്കാനായിട്ടുള്ള യാതൊരു ഓപ്ഷൻസും നമുക്ക് നിലവിൽ കാണുന്നില്ല. അത് നമ്മൾ എഞ്ചിനീയറിംഗ് ടീമിനോട് ചോദിച്ച സമയത്തും അവരതിനോടൊരു യോജിപ്പൊന്നും പറഞ്ഞിട്ടില്ല. സോ വിച്ച് മീൻസ് അത് അവരുടെ ഒരു പ്ലാനിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. EVക്ക് സാധ്യതയുണ്ടാകുമോ? EVക്ക് സാധ്യതയുണ്ട്. മേ ബി ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും EV. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഈ ഹൈബ്രിഡ് ടെക്നോളജി വന്നാൽ മാത്രമേ EVയിലേക്ക് ഡസ്റ്റർ പോകുമോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഒരു 40-നടുത്ത് മൈലേജ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈബ്രിഡ് എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ 40-നടുത്ത് മൈലേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഡസ്റ്റർ ആദ്യം വന്നിട്ട് കുറച്ചധികം നാള് മറ്റുള്ളവർ മത്സരിച്ച് ഡസ്റ്ററിന്റെ പുറകെ നടന്നൊരു സമയമുണ്ടല്ലോ. ഏറെക്കുറെ 2027 തുടക്കം മുതൽ അങ്ങനത്തെ ഒരു ടൈം ആയിരിക്കും എന്നാണ് അല്ലേ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ബൈക്കിനേക്കാൾ കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു ഡസ്റ്റർ 27 റോട്ടിലേക്ക് എത്തട്ടെ. അതെ, ഓക്കെ, അത് മാത്രമേ പറയാനുള്ളൂ. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഡസ്റ്ററിനെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെവിൻ, നമ്മൾ ഡസ്റ്ററിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ ഒരു ദിവസം പോരാണ്ട് വരുമെന്ന് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇറങ്ങിയ നമുക്കെല്ലാം നമ്മളിപ്പോൾ ഡസ്റ്റർ എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡസ്റ്ററിനെ പറ്റി പറഞ്ഞാൽ പോലും നമുക്ക് ഒത്തിരി പറയാനുണ്ട്. അപ്പോഴാണ് പുതിയ ഡസ്റ്റർ ഈ സെഗ്മെന്റിൽ മത്സരിക്കുന്ന മറ്റു വാഹനങ്ങളെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന, ഒരുപിടി കാര്യങ്ങളുമായിട്ട് ഒരു പടി മുകളിൽ നിൽക്കുന്ന പുതിയ ഡസ്റ്ററിനെ പറ്റി എന്താണ് ഇന്റീരിയറിലൊക്കെ സംഭവിക്കുന്നത്? എന്താണ് ഇന്റീരിയറിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ? അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഈ ഒരു സെഗ്മെന്റിലേക്ക് ഒരു വാഹനം വരുമ്പോൾ ഒന്നുകിൽ ഈ ഒരു സെഗ്മെന്റിൽ മറ്റു വാഹനങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൊടുക്കുകയും വേണം, എന്നാൽ ഈ സെഗ്മെന്റിൽ നിന്ന് താഴെ പോകാനും പാടില്ല. ഈ സ്കൂളിൽ ഒരാൾ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ക്ലാസ് ടോപ്പർ ആകാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഈ സ്കൂളിൽ ചേരണ്ട. ബാക്ക് ബെഞ്ചേഴ്സിന് ആവശ്യമില്ല. ഇല്ല, കാരണം ഒരുപാട് ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ട് ഇവിടെ ഇപ്പൊ തന്നെ. എത്ര പേരുണ്ടെന്ന് പറഞ്ഞ ഈ സെഗ്മെന്റിൽ 10-ലധികം വാഹനങ്ങൾ നിൽക്കുന്ന സെഗ്മെന്റിലേക്കാണ് വരുന്നത്. ഞാൻ പണ്ട് രാജാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ടച്ച് സ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡിജിറ്റലാണ് വന്നിരിക്കുന്നത്, ആൻഡ് നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. പിന്നെ അതായത് മോഡേൺ ആയിട്ടുള്ള എല്ലാവിധ എലമെന്റ്സും, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്, വെന്റിലേറ്റഡ് സീറ്റുകൾ, വയർലെസ് ചാർജിംഗ് പാഡ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പഴയ ഡസ്റ്ററിൽ നിന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം. പഴയ ഡസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല. അത് വേറൊരു കാര്യം. അതെ, പിന്നെ നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്നാണല്ലോ പഴയ ഡസ്റ്ററിനെ കമ്പയർ ചെയ്യുന്നത്. പഴയ ഡസ്റ്റർ ഇറങ്ങിയ സമയത്ത് അവൻ രാജാവായിരുന്നു. അതിനകത്ത് വേറൊന്നും പറയാനില്ല. പനോരമിക് സൺറൂഫ്, ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സെഗ്മെന്റിൽ ഇല്ലാത്തൊരു ഫീച്ചർ, അതെനിക്ക് തോന്നുന്നത് എല്ലാ വാഹനങ്ങളിലും വേണ്ട ഒരു കാര്യമാണ്. ഗൂഗിളുമായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ID വെച്ച് സൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി മൊത്തം അതിൽ ഓട്ടോമാറ്റിക്കലി പെയർ ആവും. അതായത് നമ്മൾ ഫോൺ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശരി. ഇപ്പൊ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം തന്നെ അതിൽ സേവ്ഡ് ആണ്. അപ്പൊ വാഹനത്തിൽ കയറുമ്പോൾ ഡയറക്റ്റ് വണ്ടി അങ്ങ് ഓടിച്ചു പോയാൽ മതി. മനസ്സിലായി. കൂടുതൽ കഷ്ടപ്പെടുവൊന്നും വേണ്ട, ഓടിച്ചു പോയാൽ മതി. അതെ, മറ്റേ നമ്മൾ ഫോൺ പെയർ ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അഡ്വാൻസ്ഡ് ഒരു ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് സക്സസ് ആകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള മാനുഫാക്ചേഴ്സും ഇത് കോപ്പി പേസ്റ്റ് ചെയ്യും. അത് ഉറപ്പാണ്. കൂടാതെ ഈ ഒരു വാഹനത്തില് റെനോ എന്നുള്ള അല്ലെങ്കിൽ റെനോയുടെ ബാഡ്ജിങ് വളരെ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടില് വലിയ ഗ്രില്ല്, ആ ഗ്രില്ലിൽ ഡസ്റ്ററിന്റെ ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഹൈലക്സിന്റെ മുന്നിൽ ടൊയോട്ട എന്ന് എഴുതിയിരിക്കുന്ന പോലെ. അതെ, ബാക്കിലും ഡസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ശരി. ആകെ റെനോയുടെ ലോഗോ ഞാൻ കണ്ടത് സ്റ്റിയറിംഗ് വീലിൽ മാത്രമാണ്, പിന്നെ വാഹനത്തിന്റെ കീഴിലും. ഇവിടെ 2 മാത്രമാണ് ലോഗോ അവിടെ മാത്രം പ്ലേസ് ചെയ്തിട്ടുള്ളൂ. അതെ, ഫ്രണ്ടിൽ ലോഗോ ഡസ്റ്റർ എഴുതിയിട്ടുണ്ട്, ബാക്കിൽ ഡസ്റ്റർ എഴുതിയിട്ടുണ്ട്, മേളിൽ റൂഫ് റെയിലുണ്ട്, അവിടെയും ഡസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് 2 സൈഡിലും. അത് എനിക്ക് തോന്നുന്നു ആദ്യ ഡസ്റ്ററിലും അങ്ങനെ തന്നെയാണ്.
സോ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. LED ഹെഡ് ലാംപ്സ് ഒക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ വരുമ്പോഴും ഫുൾ LED യൂണിറ്റ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഫീച്ചേഴ്സിൽ റിച്ച് ആണ് ഈ ഒരു വാഹനം. നിരവധി സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് പാർക്കിംഗ്, ബ്രേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 17-ലധികം ADAS ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാ തരത്തിലും ADAS ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ADAS ഉണ്ട്, ടെക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടെക് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫീച്ചേഴ്സ് ഉണ്ട്, പവർ ഉണ്ടോന്ന് വെച്ചാൽ പവർ ഉണ്ട്, മൈലേജ് ഉണ്ടോന്ന് ചോദിച്ചാൽ അതുണ്ട്. പിന്നെ എന്ത് വേണം ഒരാൾക്ക് ഡസ്റ്റർ വാങ്ങിക്കാതിരിക്കാനുള്ള കാരണം? അതായത് ഡസ്റ്ററിന്റെ കുറ്റം പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ വലിയ പാടാണല്ലോ. അതെ, ഇനിയിപ്പോ ഞാൻ വേണമെങ്കിൽ ചോദിക്കാം, ഇതുവരെ വെളിപ്പെടുത്താത്ത കുറ്റമാണ്. ഡസ്റ്ററിന്റെ വിലയെ പറ്റി കെവിൻ എന്തെങ്കിലും ഒരു ധാരണയുണ്ട്? എത്ര മുതൽ എത്ര വരെ ആകാനുള്ള സാധ്യതയാണ് എന്നുള്ളതൊക്കെ അറിയാവോ? ഡസ്റ്റർ ഇപ്പൊ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് തുടങ്ങി. 21,000 രൂപ, 21,000 ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എഞ്ചിൻ ഉണ്ടല്ലോ, 1.3 ലിറ്റർ ടർബോ പെട്രോൾ, അതാണ് നമുക്ക് ഏപ്രിലിൽ ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 1.8 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് ദീപാവലിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ 1.8 ലിറ്ററിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിന്റെ പ്രൈസ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് വാഹനത്തിന്റെ CC അനുസരിച്ചാണ് ഇന്ത്യയിൽ വില. 1500 CCക്ക് വാഹനത്തിന് ഒരു ടാക്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഷുറൻസിന് ഒരു വില, ഇത് ഇങ്ങനത്തെ ഒരു സ്ലാബിലാണ് അത് ഓടുന്നത്. അപ്പം എങ്ങനെ വില വരുമെന്നുള്ളത് സ്റ്റിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ വന്നാലും ഒരു 15 ലക്ഷത്തിന്റെ മുകളിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? 15 ലക്ഷത്തിൽ കിട്ടണം, അല്ലെങ്കിൽ അതിനടുപ്പിച്ച് കിട്ടണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മത്സരത്തിൽ വിലയുടെ കാര്യത്തിൽ മാത്രം ഡസ്റ്റർ പുറകിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കിട്ടണമെങ്കിൽ ഒരു പക്ഷേ 1 ലിറ്റർ ടർബോ പെട്രോൾ ആയിരിക്കും. അതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധം ഉണ്ടാവില്ല. ഇത്ര വില കൊടുത്തിട്ട് നമ്മൾ ഡസ്റ്റർ വാങ്ങിക്കുമ്പോൾ അതിന്റെ അകത്തിരിക്കുന്നത് ഇതിനേക്കാൾ വലുപ്പം കുറഞ്ഞ കൈഗറിന്റെ അല്ലെങ്കിൽ മാഗ്നൈറ്റിന്റെ എഞ്ചിൻ ആണല്ലോ എന്നൊരു സാധനമില്ല. അത് കിടക്കില്ല മനസ്സിലായി, കുറ്റബോധം അലട്ടില്ല നമ്മളെ. അയ്യോ, അത് വലിയ പാടാ. അപ്പൊ 1.8 ലിറ്ററിന് തന്നെ 15 ലക്ഷത്തിനുള്ളിൽ റെനോ കൊടുക്കേണ്ടി വരും. 15 ലക്ഷം അല്ല, അതിന് മേളിൽ പോകും. 1.8 ലിറ്ററിന് എന്തായാലും 20 ക്രോസ് ചെയ്യും. ടോപ്പ് എൻഡ് വരുമ്പോൾ സമയത്ത് 20 എന്തായാലും ക്രോസ് ചെയ്യും. ശരി. സോ എന്റെ ഒരു എസ്റ്റിമേഷൻ ഒരു 11 lakhs to 20-25 lakhs ആണ്. ആ റേഞ്ചിൽ ഹൈബ്രിഡൊക്കെ വരുമ്പോ 30 ലക്ഷത്തിനടുത്ത് വരും വണ്ടിയുടെ വില. അതെ, 30 ലക്ഷത്തിന് 40 കിലോമീറ്റർ മൈലേജ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം റെനോ ക്ലെയിം ചെയ്യുന്നത്. നമുക്ക് സ്റ്റിൽ ഹൈബ്രിഡിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ പറ്റിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ എത്ര മൈലേജ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു മൈലേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോ CR നിൽക്കുന്ന ആ ഒരു വലിയ പ്ലാറ്റ്ഫോമിന്റെ പൊക്കത്ത് ഡസ്റ്ററിനെ കൊണ്ട് നിർത്താൻ പറ്റുമായിരിക്കും. CR പറഞ്ഞപ്പോഴാണ് ഈ സെഗ്മെന്റിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാഹനം CR ആണ്. ഓക്കെ, എക്സ്പെൻസീവ് ടോപ്പ് എൻഡ് വരുന്ന സമയത്ത് ഇവൻ ക്രെറ്റ, സെൽട്ടോസ് പോലും അതിൽ താഴെയാണ്. അപ്പൊ ഒരു 2-3 ലക്ഷം രൂപയുടെ വ്യത്യാസം വണ്ടിക്ക് CR ഒക്കെ ഉണ്ട്. അപ്പം അത്രയും പോകുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ബട്ട് എങ്കിലും ഇതിൽ പ്രൈസ് ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ ചലഞ്ച്. മനസ്സിലായി. കാരണം എല്ലാ കാര്യത്തിലും മറ്റു വാഹനങ്ങളെക്കാളും മുകളിൽ നിൽക്കുമ്പോൾ പ്രൈസ് കുറയ്ക്കുകയും കൂടി ചെയ്താലാണ് ഈ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് തൂത്തു വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് കിട്ടുന്ന 10 വാഹനങ്ങളിൽ നമുക്കൊന്ന് നോക്കിയേക്കാം, അങ്ങനെയല്ലേ എല്ലാവരും പറയുള്ളൂ. ഇത് നമ്മളെപ്പോലെ തന്നെ റെനോ ഭാരവാഹികൾ കേട്ടുകൊണ്ടിരിക്കും എന്ന് വിചാരിക്കുവാണ്. അല്ലെങ്കിൽ അവർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ മനസ്സിലാക്കിയതിന് വിളിച്ചത് നല്ലൊരു വില തന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും, സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഷട്ടർ ഇടാൻ പോകുന്നത്. അപ്പോ ഡസ്റ്ററിന്റെ അടുത്ത എനിക്ക് തോന്നുന്നു ഇപ്പോ കെവിൻ ഒരു റൗണ്ട് ഓടിച്ചു കാണും. ഒരു റൗണ്ട് ഓടിച്ചു, എനിക്ക് കൂടുതൽ വെളിപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല. ഒരു റൗണ്ട് ഓടിച്ചതിന്റെ വെളിച്ചത്തിൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ലോങ് ഡ്രൈവിലേക്ക് വണ്ടി കിട്ടാനും മറ്റിടങ്ങളിൽ ഒരു ലോങ് ഡ്രൈവ് നടക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ. മാർച്ചിലായിരിക്കും ഈ ഒരു വാഹനത്തിന്റെ ഡ്രൈവ് വരുന്നത്. അന്നായിരിക്കും നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. ആ ഡ്രൈവിന് എന്തായാലും 2 ആളാണ് പോകുന്നത്. ഒരാളുടെ പേര് വിനു എന്നാണ് കേട്ടോ. അപ്പോ നമ്മള് ഡസ്റ്ററിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ടേ ഇത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം ഡസ്റ്റർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ നമുക്ക് രണ്ടുപേർക്കും വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഡസ്റ്റർ പ്രേമികളൊക്കെ ഉണ്ട്. മറ്റു വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഡസ്റ്ററിനോട് എന്തോ ഒരു അടുപ്പമുണ്ട്. ആ ഒരു അടുപ്പം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയധികം ഡസ്റ്റർ കഥകൾ പറഞ്ഞത്. ഇനിയും ഡ്രൈവിന് ശേഷവും ഡസ്റ്ററിന്റെ കഥകളുമായിട്ട് വരും. തൽക്കാലത്തേക്ക് നമ്മൾ ഷട്ടർ ഇടുവാണ്, ടൈം ആയതുകൊണ്ട് മാത്രം. മനസ്സില്ലാ മനസ്സോടെ ഡസ്റ്റർ മോഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഷട്ടർ ഇട്ട് പോകുന്നത് 2 പേരാണ്. ഗാരേജിന്റെ ഷട്ടറും എല്ലാം അടക്കിയോണ്ടോ. വിനുവും കെവിനുമാണ് കൂടെ ഉണ്ടായിരുന്നത്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. ഷട്ടർ അടയ്ക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പോഡ്കാസ്റ്റ് നമ്മുടെ ചാനലിലുണ്ടാവും. സോ ഡീറ്റെയിൽ ആയിട്ടൊരു 40 മിനിറ്റ്സോളം വരുന്നൊരു വീഡിയോ ആണ്. അതിലെല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. സോ ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റും, 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.